ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് പപ്സാണ്. എഗ് പപ്സാണ്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. കണ്ട, പാൻ ചൂടായി. പാനിലേക്ക് ഞാൻ ഒഴിക്കുന്ന ഒലിവ് ഓയിലാണ് കേട്ടോ. നിങ്ങൾക്ക് ഏത് ഓയിൽ വേണമെങ്കിലും ഒഴിക്കാം. കണ്ട, ഒരു 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചിരിക്കുന്നത്. എണ്ണ ചൂടായി. അതിലേക്ക് ഞാൻ ഒരു ടീസ്പൂൺ പെരിഞ്ജീരകം ഇട്ടു. പെരിഞ്ജീരകത്തിനതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവാളയാണ് ഇട്ടിരിക്കുന്നത്. അത് കനം കുറച്ച് നീളത്തിലരിയണം. ഫ്ലെയിമൊക്കെ കുറച്ച് കൂട്ടി വയ്ക്കണം. ഇനി അതിലേക്ക് ഉള്ളി ഇട്ട് അതിലേക്ക് ഒരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 1 ടീസ്പൂൺ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത്. അത് ഞാനൊന്ന് ഇടിച്ചിട്ടിരിക്കുകയാണ് ഇടികല്ലിനകത്ത് കേട്ടോ. അത് 3 വെളുത്തുള്ളിയാണ്, ഒരു കുഞ്ഞു കഷ്ണം ഇഞ്ചി. ഇനി ഇച്ചിരി ഉപ്പിടണം, ആവശ്യത്തിനുള്ള ഉപ്പ്. ഉള്ളിയൊക്കെ നല്ലോണം വഴണ്ട് വന്ന് ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇനി നമുക്കതിലേക്ക് മസാല ചേർക്കുന്നുണ്ട്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇനി അതിലേക്ക് ഒരു ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, വളരെ ചെറുതായിട്ട് അരിയണം തക്കാളി. അങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് അങ്ങ് വേകും. തക്കാളിക്ക് പകരം നിങ്ങൾക്ക് ടൊമാറ്റോ കെച്ചപ്പ് ചേർക്കാം കേട്ടോ. ഇനി ഒരു 2 ടീസ്പൂൺ വെള്ളം ഒഴിക്കണം. വെള്ളം ഒഴിച്ചങ്ങ് വെക്കാമെങ്കിൽ എളുപ്പം ഇതങ്ങ് വേകും. ഇനി നമുക്കൊന്ന് നോക്കാം. ഇതെല്ലാം റെഡിയായി, മസാല എല്ലാം റെഡിയായി. ഇനി അതിലേക്ക് ലാസ്റ്റ് ഒരു അല്പം മല്ലിയില ഇട്ടു. നിങ്ങൾക്ക് മല്ലിയില ഇടണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാതെ കേട്ടോ. എനിക്ക് മല്ലിയില ഇത്തിരി ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇട്ടിരിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്യാം. അപ്പോൾ ഇതൊന്ന് തണുക്കാൻ വെക്കണം. ഈ മസാല ഒരല്പം നേരം ഒന്ന് തണുക്കാൻ വയ്ക്കണം. തണുക്കട്ടെ. നമുക്കിനിയിപ്പം പപ്സ് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാൻ ഈ പഫ് പാസ്ട്രി ഷീറ്റുണ്ട്, അത് ഞാൻ റെഡിമെയ്ഡ് വാങ്ങിയതാണ്. ഇതെല്ലാം സൂപ്പർ മാർക്കറ്റിലുള്ള അവൈലബിളാണ്. ഈ പല കമ്പനിയുടെ ഉണ്ട്. ഇത് തന്നെ വാങ്ങണമെന്നല്ല ഞാൻ പറയുന്നത്, ഞാൻ കാണിച്ചെന്നേ ഉള്ളൂ ഞാൻ വാങ്ങിയത്. ഇത് കണ്ടോ, ഇത് ഫ്രോസണാണ് സാധനം. ഇത് ഫ്രീസറിൽ ഇരിക്കുന്നതാണ്. നമ്മൾ കുറച്ച് നേരത്തിന് മുമ്പ് എടുത്ത് പുറത്ത് വയ്ക്കണം. എന്നാൽ അതിൻ്റെ ഐസ് പോയതിന് ശേഷമേ നമ്മളത് ഉണ്ടാക്കാവുള്ളൂ. എന്നാൽ ചെറിയ തണുപ്പ് വേണം. എന്നാലും മൊത്തം ഭയങ്കര കട്ടിയായിട്ടിരുന്ന് കഴിഞ്ഞാൽ നമുക്കിത് ഉണ്ടാക്കാൻ ഒക്കത്തില്ല. ആദ്യം നമ്മൾ അതിൽ നിന്നൊരു ഷീറ്റ് എടുക്കണം. എടുത്തിട്ട് ഒരു ടീസ്പൂണ് മസാല വയ്ക്കണം. എന്നിട്ട് ഒരു മുറി മുട്ട ഇങ്ങനെ അങ്ങോട്ട് വെക്കണം. നിങ്ങൾക്ക് 1 മുട്ട വേണമെങ്കിലും ഉണ്ടാക്കാം, പക്ഷേ ഇങ്ങനെ അങ്ങോട്ട് മടക്കണം. അവിടെ നിന്ന് ഇങ്ങോട്ട്, ഇവിടെ ഇങ്ങോട്ട്. എന്നിട്ട് ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട്, ഈ കോർണറിൽ നിന്ന് ഇങ്ങോട്ട്. എന്നിട്ട് ലാസ്റ്റ് ഈ സൈഡുണ്ടല്ലോ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അല്ലെങ്കിൽ ആ മസാല എല്ലാം പുറത്തോട്ടങ്ങ് ചാടും. ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്തേക്കണം. അപ്പോൾ നല്ല കോട്ടായിട്ട് നല്ല കറക്റ്റായിട്ട് അവിടെ ഇരുന്നോളൂ. ഇങ്ങനെ നമുക്ക് ഇതെല്ലാം സെറ്റാക്കി എടുക്കണം.
ഇനി നമ്മൾ എയർ ഫ്രയറിന് അതിൽ പപ്സ് ഉണ്ടാക്കാൻ പോവുകയാണ്. കണ്ടേ, ഈ എയർ ഫ്രയർ ഒരു 2 മിനിറ്റ്സ് ഞാനൊന്ന് പ്രീ ഹീറ്റ് ചെയ്തിട്ടുണ്ടോ എയർ ഫ്രയർ. അതിലാണ്ട് ഈ സിലിക്കോൺ പ്ലേറ്റ് ഉണ്ട്, ഇതിനകത്ത് ഉണ്ട് സിലിക്കോൺ പ്ലേറ്റ്. ഇതില്ലെങ്കിലും കുഴപ്പമില്ല, നിങ്ങൾക്ക് ബട്ടർ പേപ്പർ വെച്ചാലും മതി. എന്നിട്ട് കണ്ടേ അതിലേക്ക് ഈ പപ്സ് എടുത്ത് വെച്ചു. ഇനി ആ പപ്സ് വേണ്ട മുട്ട ബീറ്റ് ചെയ്തതാണ്. ഒരു മുട്ട മതി ഇത്രയ്ക്ക്. ഉണ്ട് നല്ലതുപോലെ ഇതെല്ലാം ഒന്ന് ബ്രഷ് ചെയ്യണം, എന്നാലേ നല്ല കളർ ഗോൾഡൻ കളർ ആകത്തുള്ളൂ പപ്സ്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ബട്ടറോ പാലോ ഒക്കെ ഇത് ബ്രഷ് ചെയ്യാം കേട്ടോ, മുട്ട വേണ്ടെങ്കിൽ. പക്ഷെ നല്ല ഗോൾഡൻ കളർ കിട്ടും. ഇതൊക്കെ ഇങ്ങനെ ചെയ്തില്ലെങ്കിൽ നല്ല കളർ കിട്ടത്തില്ല. ഇപ്പം ഞാൻ 2 എണ്ണം ഇതിനകത്ത് വയ്ക്കുന്നുള്ളൂ. അപ്പോൾ നന്നായിട്ട് വയ്ക്കാൻ പറ്റും. ഇത് ചെറിയ എയർ ഫ്രയറാണ്. അപ്പോൾ എന്നിട്ട് നമുക്കിതൊരു 180 ഡിഗ്രിയിൽ 180 ഡിഗ്രി ഒരു 12 മിനിറ്റ് വയ്ക്കണം. ഡിഗ്രി 12 മിനിറ്റ് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ 12 മിനിറ്റിൽ 6 മിനിറ്റ് ആകുമ്പോൾ നമുക്കതൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് തിരിച്ച് വയ്ക്കണം. ഇപ്പോൾ അത് 6 മിനിറ്റ് ആവട്ടെ. ഇനി നമ്മൾ അടുപ്പിനകത്ത് വയ്ക്കാൻ പോകുന്നത് ഇതാണ്ടൊരു ഇഡ്ഡലിക്കൂട്ടമുണ്ട്, പഴയ ഇഡ്ഡലിക്കൂട്ടോ. അതിനകത്തിലേക്ക് ഇതാണ്ട് നമ്മൾ ഇതേലെ ഒരു റിങ് എടുത്ത് വയ്ക്കണം. ഇത് ചൂടായിരിക്കുന്ന പാത്രം പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുക. 10 മിനിറ്റ്സോളം ഞാനിത് പ്രീ ഹീറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പാത്രമാണ്. അതിലേക്ക് ഇതാണ്ട് ഒരു കേക്ക് ടിൻ ഞാൻ വെച്ചിരിക്കുന്നത്. അതിനകത്ത് കുറച്ച് എണ്ണ തടവിയിട്ടുണ്ട്. താണ്ട ഒലിവ് ഓയിലാണ് ഞാൻ ഉപയോഗിച്ചിരിക്കുന്നതെല്ലാം കേട്ടോ. അതിലേക്ക് നമ്മൾ താണ്ട ഈ ഓരോ പഫ്സും നമ്മളെടുത്ത് ഇതിലേക്ക് വയ്ക്കുക. ഇതിനകത്തൊരു 3 പീസസ് വയ്ക്കാനൊക്കത്തുള്ളൂ, അതിനുള്ള സ്ഥലം ഇതിലുള്ളൂ, ചെറിയ പാത്രം. എന്നിട്ട് നമ്മൾ ഇതാണ്ട് ഇതൊന്ന് മറ്റേ ചെയ്തതുപോലെ തന്നെ ഇതിലും ബ്രഷ് ചെയ്ത് കൊടുക്കണം. അടച്ച് വയ്ക്കും. ഇത് മറ്റേതുപോലെ എളുപ്പമല്ല, എയർ ഫ്രയർ പോലൊന്നും എളുപ്പമല്ല. ഇതൊരു 45 മിനിറ്റ്സെങ്കിലും ഇരിക്കണം. ഇപ്പം 10 മിനിറ്റ് കഴിഞ്ഞ് മൊത്തം 6 മിനിറ്റ് ആയപ്പോൾ ഞാൻ ഓപ്പൺ ചെയ്തിട്ട് തിരിച്ചു വെച്ചായിരുന്നു. ഇപ്പം നല്ല സെറ്റായി. ഇനി നമുക്കിതിൽ നിന്ന് എടുക്കാം. കണ്ടോ, നല്ല ഭംഗിയായിട്ടിരിക്കുന്നുണ്ടോ, നല്ല വൃത്തിയായിട്ടിരിക്കുന്നു. ഇനി അത് നമുക്ക് മാറ്റാം പാത്രത്തിൽ. ഇനി നമുക്ക് ഈ പിന്നെ അടുപ്പിൽ വെച്ചതൊന്ന് തുറന്ന് നോക്കാം. ആണ്ടേ എല്ലാം സെറ്റായി. ഇപ്പം മൊത്തത്തിൽ 45 മിനിറ്റായി. ഇതിനകത്ത് ഞാൻ ഇപ്പം ഒരു 3 പ്രാവശ്യം ഞാനിതൊന്ന് തിരിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇപ്പം അല്ല, എയർ ഫ്രയർ ആണെങ്കിൽ വെറും 10 മിനിറ്റ്, ഒരു 11 മിനിറ്റ് 12 മിനിറ്റ് അങ്ങേ അറ്റം വന്നു കഴിഞ്ഞാൽ അത്രയും മതി. വളരെ എളുപ്പമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുകൊണ്ട് വളരെ ടേസ്റ്റിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം കേട്ടോ. അങ്ങനെ നമ്മുടെ പപ്സ് എല്ലാം റെഡിയായി കണ്ടോ. ഇത് ഈ 3 എണ്ണം ഞാൻ വെച്ചത് അടുപ്പിൽ വെച്ചതും ഇത് എയർ ഫ്രയറിൽ വെച്ചതുമാണ്. എയർ ഫ്രയറിൽ വെച്ചത് എളുപ്പം അങ്ങ് റെഡിയായി, മറ്റേത് കുറേ സമയമെടുത്ത്. അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് 4 മുട്ടയ്ക്കാണ് ഞാനിത് ഉണ്ടാക്കിയിരിക്കുന്നത്. 4 മുട്ടയ്ക്കുള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്തത്. അത് കറക്റ്റാണ്, ആ 4 മുട്ടയ്ക്ക് കറക്റ്റാണ് ഇത് ഇത്രയും. അപ്പോൾ നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യണേ. അപ്പം നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.